ഇന്ന് പുലർക്കാലത്ത് ഒരു കൂട്ടം അരിപ്രാവുകളെ കണ്ടു തന്നെ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ഇപ്പോൾ നമ്മളുള്ളത് വരാമ്പറ്റ വനസംരക്ഷണ സമിതിയുടെ കീഴിലുള്ള ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലാണ് കേട്ടോ. ഇവിടെ നിന്നും നമ്മളിന്ന് ബാണാസുരമലയിലേക്കാണ് ട്രക്കിങ്ങിന് പോകുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് മീൻമുട്ടി വാട്ടർഫോൾസിലേക്കുള്ള ടിക്കറ്റും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കടുകിടു. എവിടെയാണെന്ന് വെച്ചാൽ കാപ്പിക്കളം എന്ന് പറയുന്ന സ്ഥലത്താണ്, ബാണാസുര സാഗർ ഡാമിനടുത്ത് കാപ്പിക്കളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഓഫീസ് ഉള്ളത്. ഇവിടെ നിന്ന് രാവിലെ 9 AM മുതൽ 5 PM വരെ ട്രക്കിങ്ങിന് നമുക്ക് പാസ് എടുക്കാം. 5 പേരടങ്ങുന്ന ഒരു സംഘത്തിന് 3110 രൂപ മുമ്പത്തെ നിരക്കാണ്. 3143 രൂപയാണ് ഇപ്പോൾ. അഡീഷണൽ വരുന്ന 4 മെമ്പർ വരെ ഓരോ ആൾക്കും 413 രൂപ നമുക്ക് അധികം കൊടുത്ത് ഇവിടെ നിന്ന് പാസ് എടുക്കാവുന്നതാണ്. ഇതാണ് രാജേട്ടൻ, നമ്മുടെ കൂടെ ഗൈഡായിട്ട് ഇന്ന ആളാണ് വരുന്നത്. എന്തായാലും നമുക്ക് ടിക്കറ്റ് മേടിക്കാം. അതിന് മുന്നേ അതിരാവിലെ നമ്മൾ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ തൊട്ടപ്പുറത്തെ മണിയേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു സൂപ്പർ ചായയും അതിനോടൊപ്പം തന്നെ ആൾ ന്യൂഡിൽസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതും കൂടി കഴിച്ചിട്ട് ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ 2 കുപ്പി വെള്ളവും 2 നേന്ത്രപ്പഴവും വേറെയും മേടിച്ചു. Nice to meet you guys. I'm Ram. His name is Ram. Yeah. Ram. കാലം തെറ്റിപ്പൂത്ത കണിക്കൊന്ന കാലാവസ്ഥയുടെ അവസ്ഥ നമുക്ക് മുൻകൂട്ടി തന്നെ പറഞ്ഞു തന്നു. എവിടെ നോക്കിയാലും കണിക്കൊന്ന പൂത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് ഈ പൈപ്പാണ്. ഇത് കറണ്ടിൻ്റെ പൈപ്പൊന്നല്ല കേട്ടോ, വെള്ളത്തിൻ്റെ പൈപ്പാണ്. മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്ന് പൈപ്പിൽ എല്ലാ വീടുകളിലേക്കും ഇൻഡിവിജ്വലായിട്ട് 24/7 ശുദ്ധജലം. നടത്തം ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു കോൺക്രീറ്റ് റോഡാണ് മുന്നിൽ വന്നത്. കോൺക്രീറ്റ് റോഡിൻ്റെ സുഖം അധികം നേരം നീണ്ടുന്നില്ല കേട്ടോ. കാട്ടിലേക്ക് ഇടത്തോട്ട് ഒരു കൊച്ചു വഴി ഒറ്റയടിപ്പാത കയറി പോകുന്നു. നമ്മളും അതിലെയാണ് പോകുന്നത്. ഇവിടെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നോ എൻട്രിന്ന്. പെർമിഷൻ ഇല്ലാതെ അകത്ത് പോകരുത്, കുറ്റകരമാണ്. ഇവിടെ നിന്ന് തന്നെ കാടിൻ്റെ ഒരു വൈബ് തുടങ്ങുകയാണ്. തൊട്ടപ്പുറത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും ഇവിടെ നിന്ന് തന്നെ കാടിൻ്റെ ഒരു വൈബ് തുടങ്ങി. കാരണം ചെന്നായുടെ കാട്ടാണ് ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് വിസിബിളായിട്ട് കണ്ടത്. തലേ ദിവസത്തെയാണെന്ന് തോന്നുന്നു. പഴയ ആനപ്പിണ്ടവും ഇവിടെ കിടപ്പുണ്ട്. 2 ആഴ്ച മുമ്പ് വരെ ആനകളുടെ പെരുന്നാളായിരുന്നു അത്ര ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു കൂട്ടം ആനകൾ ഇവിടെ കുറച്ച് നാളധികം തമ്പടിച്ചിട്ട് പിന്നീട് ഉൾക്കാട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നും ഒരു ഷോല വനത്തിന് ചേർന്നാണ് നമ്മുടെ യാത്ര. അതിന് തൊട്ടു മുമ്പ് തന്നെ വനാതിർത്തിയും അവിടെ നിന്ന് ഫെൻസിങ്ങും നമുക്ക് കാണാം. എല്ലാ ദിവസവും രാവിലെയാണ് ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഈ ഫെൻസിങ് വൈകിട്ട് 5 മണിക്ക് ചാർജ് ചെയ്യും. അതിന് മുന്നേ തിരിച്ചിങ്ങോട്ട് വരികയും വേണം. ഫെൻസിങ്ങിൻ്റെ വയറെല്ലാം അകത്തി വേണം അതിൻ്റെ അകത്തോട്ട് കയറാൻ. ഈ കയറി വരുന്ന വഴിയാണ് ഇത്തിരി സ്റ്റീപ്പായിട്ടുള്ള കയറ്റം. അതായത് ട്രക്കിംഗ് ആരംഭിച്ച ഒരു 2 കിലോമീറ്ററും ട്രക്കിങ്ങിൻ്റെ അവസാനത്തിലെ ഒരു 2 കിലോമീറ്ററും അല്പം ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. മൊത്തം 6 കിലോമീറ്റർ ട്രക്കിംഗ് ആണ് നമുക്ക് പോകാനുള്ളത്. കയറി കുറച്ച് ദൂരം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് ഇരുന്നു കേട്ടോ. അധികം സമയം ചെലവഴിക്കാതെ വീണ്ടും നടത്താൻ തുടങ്ങി. ഇന്ന് നമ്മുടെ ടീമിൽ മൊത്തം 4 പേരാണുള്ളത്. ഫോറസ്റ്റ് ഗൈഡായിട്ടുള്ള രാജൻ ചേട്ടൻ, പിന്നെ എൻ്റെ ഫ്രണ്ട് രാഹുൽ, ഞാൻ, പിന്നെ നെതർലൻഡ് പൗരനായിട്ടുള്ള ബ്രാം എന്ന് പറയുന്ന ഇദ്ദേഹവും. ആള് ട്രക്കിങ്ങിലെ ഏറ്റവും ടഫായിട്ടുള്ള ഗ്വാട്ടിമാലയൊക്കെ കീഴടക്കിയിട്ടുള്ള ആളാണ് കേട്ടോ. ഇതാണ് ഫയർ ലൈൻ. ഒരു നിശ്ചിത അകലത്തിൽ പുല്ല് വെട്ടിത്തെളിച്ചിട്ട് അവിടെ സംരക്ഷിതമായ രീതിയിൽ കൺട്രോൾഡായിട്ട് തീ പിടിപ്പിച്ച് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കും. പിന്നീട് ഫയർ കയറി വന്നാലും കാട്ടുതീ കടന്നു വന്നാലും ഈ വരയ്ക്കപ്പുറം കടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ബൈ ചാൻസ് കടക്കാം. നമ്മൾ വന്ന വഴി കണ്ടോ, ഇത് ചോല വനമാണ് താഴെ. അവിടെ നിന്ന് നമ്മൾ പുൽമേട്ടിലേക്ക് കയറുകയാണ്. പുൽമേട് എന്ന് പറഞ്ഞാൽ മുട്ടൊപ്പമുള്ള പുല്ലാണ് കേട്ടോ. മഴക്കാലത്ത് വന്നാൽ വേറൊരു വൈബ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. പക്ഷേ അട്ടശല്യം രൂക്ഷമാണ്. ആ സമയത്ത് നിങ്ങൾ കാലിൽ വല്ല ഡെറ്റോൾ പുരട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ഐഡിയ പ്രയോഗിക്കേണ്ടി വരും. അതല്ലാതെ അട്ടനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. സാനിറ്റൈസർ എല്ലാം വേപ്പറൈസ് ആയി പോയതുകൊണ്ട് അട്ട കയറാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ അത് ഫസ്റ്റ് ക്ലാസ് തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എന്ത് ഭംഗിയാണെന്ന് നോക്കി. ദൂരെ കാണുന്ന പുൽമേടും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കയറി വരുന്ന വഴിക്ക് നമുക്ക് മാനിനെ കിട്ടി സൈറ്റിങ്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുന്നതിന് മുന്നേ അത് ഓടിപ്പോയി. ഇവിടെ ആളൊഴിഞ്ഞൊരു തേനീച്ചക്കൂടും കാണാൻ പറ്റി. ഇപ്പോൾ ഈ നിൽക്കുന്നത് കാറ്റുകുന്നിന് താഴ്ഭാഗത്താണ്. ആ കാണുന്നതാണ് കാറ്റുകുന്ന്. നമ്മളാദ്യം അങ്ങോട്ടാണ് കയറുന്നത് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്നതാണ് സായിപ്പൂന്ന്. അതിന് തൊട്ടപ്പുറത്ത് കൊച്ചുമുടി. ഈ കാണുന്ന ഈ ചോലക്കാടാണ് മയിലാടി മല. ഇവിടെ നിന്ന്
സായിപ്പൂന്നിന് അപ്പുറത്തായിട്ട് അവിടെ കാണുന്നതാണ് ആനച്ചോല. ഇത് മൊത്തം അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ബാണാസുര കുന്ന്. ആദ്യം നമുക്ക് കാറ്റുകുന്നിൻ്റെ മുകളിലേക്ക് കയറാം. പോകുന്ന വഴിയും ഇവിടെ നിന്നുള്ളൊരു വിഷ്വലും പറയാതെ വയ്യ. ഈ ട്രിപ്പ് മുതലാവാൻ ഈ ഒരു സൈറ്റ് മാത്രം മതി കേട്ടോ. നമുക്ക് എത്ര മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണല്ലേ. ഇങ്ങോട്ട് വരുന്നത് മഴ പെയ്യാൻ സാധ്യതയുള്ള സമയങ്ങളാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ റെയിൻകോട്ട് കൊണ്ടുവന്നിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നനഞ്ഞ് പിണ്ടിയാവും. പിന്നെ വെയിലുള്ള സമയത്താണെങ്കിൽ തൊപ്പിയോ അങ്ങനെ സൺസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ പിടിക്കുന്നത് നന്നായിരിക്കും. കാരണം ശക്തമായ വെയിലാണ്. നമ്മൾ ആ തണവത്തും കാറ്റത്തും ഇത് വെയിലറിയില്ല, പക്ഷെ നമ്മളെ ശരീരം കരിവാളിക്കുന്നുണ്ടായിരിക്കും. സൂര്യൻ്റെ താപം വളരെ കൂടുതലായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത്. പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകത തന്നെയാണ് ഈ പച്ചക്കുന്ന്, ഇപ്പോഴും പച്ച പുതച്ച് നിൽക്കുന്ന ഈ കുന്ന്. ഇവിടെ നിന്ന് നടന്ന് കാറ്റുകുന്നിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് താഴോട്ടുള്ള ഒരു കാഴ്ച, എൻ്റെ സാറേ രക്ഷയില്ലാത്ത കാഴ്ചയാണ്. പരന്ന് നീണ്ടു കിടക്കുന്ന അറ്റമില്ലാതെ കിടക്കുന്ന ബാണാസുര സാഗർ ഡാമാണ് താഴെ കാണുന്നത്. എത്ര ദ്വീപുകളാണല്ലേ അതിനകത്ത്. ഇവിടെയാണ് ബാണാസുര സാഗറിൻ്റെ കെട്ട്. അതിനടുത്തൂടെ കടന്നു വന്നിട്ടാണ് നമ്മൾ മുമ്പ് സിപ്പ് ലൈനിലും അതേമാതിരി ബോട്ടിങ്ങും ഒക്കെ കണ്ട സ്ഥലം. ഹൗസ് ബോട്ടാണ് ഈ പോകുന്നത് കേട്ടോ. ഇത് രസമാണല്ലേ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ. കോട പുതച്ചിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് താഴേക്ക് കാണാൻ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. സ്പീഡ് ബോട്ടും ഇവിടെ പോകുന്നത് കാണാം കേട്ടോ. 2 സ്പീഡ് ബോട്ട് വരിയായിട്ട് അവിടെ നിന്ന് പോകുന്നതാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ആ ഒരു കട്ട പോലെയുള്ളതാണ് ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള മീൻ വളർത്തൽ കേന്ദ്രം. ഈ സ്പീഡ് ബോട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അന്തമില്ലാത്ത അത്രയും ദൂരം പോകുന്നുണ്ട്. എല്ലാ ദ്വീപുകളുടെയും ഇടയിലൂടെ കറങ്ങി തിരിഞ്ഞ് അത്ര അധികം ദൂരം ഇത് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ബാണാസുര സാഗർ ഡാമിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്പീഡ് ബോട്ട് നിങ്ങൾക്ക് വർത്തിയായിരിക്കും. 1000 രൂപയെ ഈ സ്പീഡ് ബോട്ടിൽ ടിക്കറ്റിനായിട്ടുള്ളൂ. പക്ഷേ അത് പോകുന്ന ദൂരം ഇവർ എങ്ങോട്ടോ പോയി അവിടെ ചെന്ന് പരസ്പരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ചു പോരുന്നത്. കാറ്റുകുന്നിന് മുകളിലെ 360 വ്യൂ അത് പറയാതിരിക്കാൻ വയ്യ. ഓപ്പോസിറ്റ് കാണുന്ന ആനച്ചോലയിൽ നിന്ന് ഒരു നീരുറവയും ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. ഏതൊരു സഞ്ചാരിയുടെയും മനം കുളിർക്കുന്ന കാഴ്ച. സമീപകാലം വരെ ഈ നീർച്ചോലയിൽ പോയിട്ട് നമുക്ക് കൈയും കാലം കഴുകാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് സഞ്ചാരികളുടെ കയ്യിലിരിപ്പുകൊണ്ടോ മറ്റോ അടച്ചിട്ടതാണെന്നാണ് പറയുന്നത്. അതുപോരാതെ ഇവിടെ മാവോയിസ്റ്റ് ഭീഷണി ഉണ്ട് അത്ര. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ കുറച്ചധികം കാലം ഈ ട്രക്കിംഗ് അടച്ചിടുകയും പിന്നീട് ഒരു 2 വർഷത്തിനിടയിലായിട്ട് ഇപ്പോൾ തുറന്നിട്ടുള്ളതാണ്. എന്തായാലും കാറ്റുകുന്നിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ സായിപ്പൂന്നിലേക്കാണ് നടക്കുന്നത്. ആ വലതുവശത്ത് കാണുന്നത് ഒരു അത്തിമരമാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഉദ്ദേശം ഒരു 9 ആന വരെ കണ്ടുവെന്നാണ് പറയുന്നത്. നമുക്ക് പുറകെ കാറ്റുകുന്നിൽ കയറിയ വിദേശികളടക്കമുള്ള സംഘമാണ് കേട്ടോ ആ വരുന്നത്. അവർ ഇനി വരാനുള്ള ദൂരമാണ് ഈ കാണുന്നത്. നമ്മൾ ഇത്രയും ദൂരം പിന്നിട്ട് സായിപ്പൂന്നിൻ്റെ നേരെ അടിവാരത്ത് വരെ നമ്മൾ എത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറണം. കാറ്റുകുന്ന് പോലെയല്ല കേട്ടോ സായിപ്പൂന്ന്. അത്യാവശ്യം കുത്തനെയുള്ള സ്റ്റീപ്പായിട്ടുള്ള ഒരു വഴി തന്നെയാണ്. നല്ല നീലാകാശവും മഴമേഘങ്ങളും മഴ നിഴലും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഗൈഡായിട്ടുള്ള രാജൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരെ പാറയുടെ മുകളിൽ കയറിയിട്ട് എന്തെങ്കിലും സൈറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷേ സമയം 11:30 ആയതുകൊണ്ട് സൈറ്റിംഗ് ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. വെയിൽ അത്ര ശക്തമാണ്. ഈ ഉച്ച സമയത്ത് ചൂടും അറിയാത്ത പോലെ വളരെ ശക്തമായിട്ടുള്ള കാറ്റ് തന്നെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പറന്നു പോകുന്നുള്ള അവസ്ഥ വരെ ചില സമയത്ത് ഉണ്ടായി. താഴെ നിന്ന് എന്തി വലിഞ്ഞ് വരുന്ന വിദേശികൾ തന്നെയാണ് കാണുന്നത്. അവർ അങ്ങനെ വരുന്നതിന് കാരണമുണ്ട്. അവർ ഇന്നലെ ബ്രഹ്മഗിരി അടിച്ചിട്ടാണ് അവർ ഇന്ന് സായിപ്പൂന്ന് കയറാൻ വേണ്ടി വരുന്നത്. നമ്മൾ സായിപ്പൂന്നിൻ്റെ മുകളിലത്തെ നമുക്ക് അനുവദനീയമായ സ്ഥലത്തെ ഏറ്റവും അവസാനത്തെ സ്പോട്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു കൊച്ചു മരമുണ്ട്, അതിന് നല്ല തണലുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ. താഴെയാണ് കാറ്റുകുന്നുള്ളത്, നമ്മളിപ്പോൾ അതിന് മുകളിൽ. ആനച്ചോലയുടെ ഭംഗി അതും പറയാതിരിക്കാൻ വയ്യ. ഇപ്പുറം നിന്നും മലകൾക്കിടയിലൂടെയുള്ള മഴനിഴലും താഴെ ഡാമും എത്ര ദ്വീപുകളും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. അതാണ് നമ്മൾ ആദ്യം കീഴടക്കിയ കാറ്റുകുന്ന്. അതിനപ്പുറത്ത് വിശാലമായി കിടക്കുന്ന ബാണാസുര സാഗർ ഡാം. ഇവിടെയാണ് നമ്മൾ വന്ന് ഇരിക്കുന്ന സ്ഥലം. ഇതാണ് ലാസ്റ്റ് പ്ലേസ്. ഞാനൊരു പൊടിക്ക് കൂടെ മുകളിൽ കയറി നോക്കി കേട്ടോ. ഇത് പാടം എന്നാണ് ഗൈഡായി രാജൻ ചേട്ടൻ പറഞ്ഞത്. പാടമല്ല, ഒരു പുൽമൈതാനിയാണ്. ഇഷ്ടംപോലെ മൃഗങ്ങൾ ഇവിടെ വന്ന് ഈ പുല്ലെല്ലാം തിന്നാൻ വേണ്ടി നിൽക്കുമെന്നാണ് പറഞ്ഞത്. മാനിനും ആനയ്ക്കും ഒക്കെ ഇഷ്ടം പോലെ പുല്ലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആന നിന്നിട്ടുള്ള പാടും ട്രാക്ക് മാർക്കൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഈ ആനച്ചോല കണ്ടോ നിങ്ങൾ? ഇതിൽ നിന്നാണ് ആ മീൻമുട്ടി വാട്ടർഫോൾസിലേക്കുള്ള നേരത്തെ കണ്ട ആ നീർച്ചാല് പോകുന്നത്. എവിടെ നിന്നാണല്ലേ ഈ നീർച്ചാലെല്ലാം പുറപ്പെട്ടു വരുന്നത്? എനിക്കൊരു അത്ഭുതമാണ് കേട്ടത്.
ഇങ്ങനെ ഒരു തിക്ക് ഫോറസ്റ്റിനുള്ളിൽ ഒരു ദിവസമെങ്കിലും താമസിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇപ്പോഴത്തെ നിയമപ്രകാരവും അതുപോലെ പരിമിതികൾ കൊണ്ടും നമുക്കത് അടുത്തൊന്നും സാധിക്കില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും പറയാതിരിക്കാൻ വയ്യ. പണ്ട് ഈ ആനച്ചോലയിൽ നിറയെ മരങ്ങളുണ്ടായിരുന്നു അത്ര. ഈ കാണുന്ന വഴിയിലൂടെ അതെല്ലാം ട്രാക്ടറിൽ കയറ്റി വെട്ടി കൊണ്ടുപോയിരുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ചെറിയ വഴിയല്ല, ഒരു ട്രാക്ടർ പോകുന്ന അത്രയും വലിപ്പമുണ്ടത് ദൂരെ നിന്ന് കാണുമ്പോൾ തോന്നുകയാണ്. പിന്നീട് ഇവിടെ വെച്ച മരങ്ങളെല്ലാം ഉദ്ദേശം ഒരു 8 അടി ഉയരത്തിന് മുകളിലെത്തുമ്പോൾ ഒടിഞ്ഞു വീഴുകയാണ് പതിവ്. കാറ്റിൻ്റെ ശക്തി. വളരെ അത്യപൂർവമായിട്ടുള്ള സസ്യങ്ങളും പൂക്കളും ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. മുന്നെപ്പോഴും ഉണ്ടായ ഒരു കാട്ടുതീക്ക് കത്തിച്ചാമ്പലായി പോയ ഒരു മരവും അതിൻ്റെ കുറ്റിയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. മരങ്ങളിൽ ബോൾ പോലെ കണ്ട ഒരു സംഗതിയാണ്. ഇതിൽ ചെതലുറുമ്പാണ് കേട്ടോ നിറയെ. ഇത് പഞ്ഞിക്കെട്ടിനുള്ളിലെ ഉറുമ്പാണ്. ഇത് ഉറുമ്പീച്ച എന്നാണ് പറയുന്നത്. ഇത് കുത്തിയാൽ ബ്ലഡ് വരുമെന്നാണ് പറയുന്നത്. 23 ഡിസംബറിൽ ഗൈഡായിട്ടുള്ള ഈ മനിച്ചേട്ടനെ ഇവിടെ നിന്ന് ആന ഓടിച്ചു അത്ര. എന്തായാലും നമ്മുടെ ട്രക്കിംഗ് വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആകാൻ പോവാണ്. നമ്മൾ ഒരിക്കലും കാട്ടിനകത്ത് കയറുമ്പോൾ വൈൽഡ് ആനിമൽസിനെ കാണും അഥവാ വൈൽഡ് ആനിമൽസ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു മനസ്സോടെ പോവരുത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു പാഠം. നമുക്ക് വേണ്ടി കാട് എന്ത് കരുതി വെച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുമ്പിൽ എത്തുക തന്നെ ചെയ്യും. ഐതിഹാസിക കവി കടമ്മനിട്ട കിരാതവൃത്തം എന്ന് പറയുന്ന ഒരു കവിതയിൽ എഴുതിയ വരിയാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് ട്രക്കിംഗ് ആരംഭിക്കുമ്പോഴാണ് നമുക്ക് സഹായകമായിട്ടുള്ള വടി ഇവിടെ നിന്ന് ട്രക്കിംഗ് പോയിന്റിന് തൊട്ടടുത്ത് നിന്ന് തന്നെ ഒരു കടയിൽ ചേട്ടൻ നമുക്ക് തന്നു കേട്ടോ. ബാക്കി എല്ലായിടത്തും ഈ വടിക്ക് 10 രൂപ 30 രൂപ അങ്ങനെ വാടകയൊക്കെ ഉണ്ട്. ഇവിടെ ആൾ പറഞ്ഞു വാടകയൊന്നും വേണ്ട, പകരം ഇവിടെ നിന്ന് സംഭാരമോ സർവത്തോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്ന്. ക്ഷീണിച്ച അവശനായിട്ട് വന്ന കാരണം നമ്മൾ സംഭാരം തന്നെ പറഞ്ഞു. നല്ല ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ഒരു സംഭാരമായിരുന്നു കേട്ടോ. അത് കുടിച്ചപാടെ ക്ഷീണമെല്ലാം മാറി. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മല കയറുമ്പോൾ വടി മസ്റ്റാണ് കേട്ടോ. പകുതി പണി വടി നോക്കിക്കോളും. പിന്നെ ട്രക്കിങ്ങിന് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. കാരണം പിറ്റേന്ന് നിങ്ങൾ രാവിലെ വരുമ്പോൾ ഗൈഡിൻ്റെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ഗൈഡിനെ കിട്ടുന്നവരെ കാത്തിരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രക്കിംഗ് നടക്കാതെയും പോകും. അതിന് ഭേദം തലേദിവസം തന്നെ ബുക്ക് ചെയ്തതായിരിക്കും ഏറ്റവും നല്ലത്. മാനന്തവാടിയിൽ നിന്ന് കാപ്പിക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് മീൻമുട്ടി വാട്ടർഫോൾസിൻ്റെ തൊട്ട് തന്നെയാണ് ഇത് നമ്മളെ എത്തിച്ചേരേണ്ടത്. ഇവിടെ തന്നെ നല്ല ഹോം സ്റ്റേകളൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് കേട്ടോ. വിശാലമായ പാർക്കിങ്ങുകളും ഉണ്ട്. എല്ലാ വീടിൻ്റെ മുമ്പിലും ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യമുണ്ട്. 40 രൂപ 50 രൂപ 100 രൂപ അങ്ങനെ വണ്ടിയുടെ വലിപ്പത്തിനനുസരിച്ചാണ് ടിക്കറ്റ് റേറ്റുകളും. അഥവാ നിങ്ങൾ വരുന്നത് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ചെറിയ ടീമുകളോ എണ്ണത്തിൽ കുറവാണെങ്കിൽ ഇവിടെ വന്ന് മറ്റുള്ള ടീമുകളുമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് അവരുടെ സമ്മതത്തോടെ നിങ്ങൾക്ക് പൈസ ഷെയർ ചെയ്ത് ലാഭിച്ച് പോകാവുന്നതും ആണ്. അതിലും പ്രശ്നമില്ല. കുട്ടികളെ കൊണ്ട് ഈ ട്രക്കിങ്ങിന് വരരുത്. 11 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് അലൗഡ് ഉള്ളൂ. എന്തായാലും ഈ ട്രക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.